ചെക്ക് ചെയ്ത് നോക്കാം. അർച്ചന എന്തിനാ എന്റെ മുറിയിലേക്ക് വരുന്നത്? 10:30 മണിക്കാണല്ലോ വന്നിരിക്കുന്നത്. ആ സമയത്ത് ഞാൻ എവിടെയായിരുന്നു? ഓ, റെസ്റ്റ് റൂമിൽ പോയിരുന്നു അല്ലേ? ഇവനെന്തോ ഒരു കള്ള ലക്ഷണം പോലെ. ഇവൻ എന്താ എടുക്കുന്നത്? അയ്യോ, ശ്വേതേ, ശ്വേതേ, എടി എന്തിനാ കരയുന്നേ? ശ്വേതേ, എന്തു പറ്റിയടി? പറയടി എടി, പറയടി.
എന്ത് പറ്റി? മാമി, രണ്ടുപേരെന്താ എങ്ങനെ ഇരിക്കുന്നത്? നിങ്ങളോട് ചോദിക്കുന്നേ. എടാ, മാമി, എന്തിനാ ഇങ്ങനെ ചെയ്തേ? എന്തിനാ ഇങ്ങനെ ചെയ്തേ? ശ്വേത, മാമി, എന്നെ അങ്ങനെ വിളിക്കണ്ട. ഞങ്ങൾ എന്ത് ദ്രോഹം നിനക്ക് ചെയ്ത്? പണം ഇല്ലെങ്കിലും ഗുണം കൊണ്ട് നീ നല്ലവനാണെന്ന് ഞാൻ എല്ലാവരോടും പറഞ്ഞിരുന്നു. ഇങ്ങനെ വിശ്വാസവഞ്ചന കാണിച്ചല്ലോടാ പാപി. ഞങ്ങളുടെ കുടുംബമാനത്തിനെ ഇങ്ങനെ നടുത്തെരുവിൽ കൊണ്ടുവന്നല്ലോടാ. എന്റെ ചേട്ടനും ചേട്ടത്തിയും നിന്നെ ഇങ്ങനെയാണോ വളർത്തിയത്? നിനക്ക് എവിടുന്നാടാ ഈ ബുദ്ധി വന്ന്? അയ്യോ അയ്യോ, അങ്ങനെയല്ല മാമി, എന്നോട് ക്ഷമിച്ചേക്ക്. എന്റെ ഫ്രണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്ത നിങ്ങളുടെ മോളെ എനിക്ക് കെട്ടിവെക്കുന്നു പറഞ്ഞത്. നീ ലൈഫിൽ സെറ്റിൽ ആവാന്ന് പറഞ്ഞ് എന്നെ വെറുതെ കൊതിപ്പിച്ചത്. എന്റെ മൈൻഡ് മുഴുവൻ അവരെ മാറ്റിയത്. അറിയാതെ പറ്റിപ്പോയി മാമി, എന്നോട് ക്ഷമിച്ചേക്ക്. എടാ, അവൾ ആരാടാ? അവൾ എന്റെ മകളാ, നിന്റെ മുറപ്പെണ്ണാടാ. ഞാൻ തന്നെ അവളെ നിനക്ക് കല്യാണം കഴിപ്പിച്ചു തരാൻ വിചാരിച്ചതാ. എല്ലാം നീ ഇങ്ങനെ നശിപ്പിച്ചാലോടാ പാപി. നീ ഒരിക്കലും നന്നാവില്ല. നീ നശിച്ചു പോവടാ. നീ നശിച്ചു പോവടാ പാപി. അയ്യോ ശ്വേത, എന്നോട് ക്ഷമിച്ചേക്ക് ശ്വേത. എന്തോന്ന് ഇങ്ങനെ ചെയ്ത? നിന്നെ കല്യാണം കഴിക്കുന്നു, കല്യാണം കഴിച്ച് സന്തോഷത്തോടെ ജീവിക്കുന്നു വിചാരിച്ചു അല്ലേ? അമ്മ, അമ്മ എന്തിനാ കരയുന്നേ? നമ്മൾ എന്തിനു കരയണം? ജീവിതം പോയല്ലോ. ഇങ്ങനെ ചെയ്തതിന് ജീവിതകാലം മുഴുവൻ കരയേണ്ടത് ഇവനാ. ഇതെന്നെ ഓർത്തുകൊണ്ട് എന്റെ ജീവിതം നശിച്ചെന്നും പറഞ്ഞ് കരഞ്ഞോണ്ടിരിക്കുന്ന പെണ്ണ് ഞാനല്ല. ആ കാലൊക്കെ എപ്പോഴേ മാറിപ്പോയതാ. ഇവൻ ചെയ്ത ഈ കാര്യത്തിന് നിയമപ്രകാരമായിട്ട് എന്ത് ശിക്ഷ കിട്ടണോ അതിനുള്ള എല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്. മാമി, ശ്വേത, 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 എന്നോട് ക്ഷമിച്ചേക്ക് ശ്വേത. ഭാവി, നീ എല്ലാം നശിപ്പിച്ചില്ലേടാ. എന്നോട് ക്ഷമിച്ചേക്ക് ശ്വേത.